ചേച്ചി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. എന്റെ കല്യാണത്തിന് ഇത്ര ഇടണേ. ഒന്ന് പോടി, അവളുടെ ഒരു കല്യാണം. നിങ്ങളുടെ പയ്യ എന്താ കല്യാണം കഴിക്കാത്ത? ഞങ്ങളെല്ലാം കെട്ടിച്ചു വിട്ടിട്ടെ പയ്യെ കല്യാണം കഴിക്കുന്ന. ഏത് ഈ പൊടിക്കുപ്പിയുടെ കൂടെ കഴിഞ്ഞിട്ടോ? ചേച്ചി എന്താ കല്യാണം കഴിക്കാത്ത? എനിക്കറിയാലോ, ചേച്ചിക്ക് വേറൊരാളെ ഇഷ്ട അല്ലേ? ചെറുപ്പത്തിൽ അച്ഛനും അമ്മാവനും കൂടി പറഞ്ഞു വെച്ചതാ. ആളുടെ രൂപം കൂടി ഓർമ്മയില്ല. ഞാൻ വേറെ കേട്ടു. എന്നാ ഞങ്ങളുടെ ഭയ്യ ആയാലോ? അതിന് ഞാൻ പഞ്ചാബി അല്ലല്ലോ. ഞങ്ങളുടെ അമ്മയും പഞ്ചാബി അല്ലല്ലോ. അത് ഞാൻ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇവിടെ എല്ലാവർക്കും സമ്മതമാവണ്ടേ? ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ പയ്യെ സമ്മതിക്കൂലോ. ഈ മല്ലുവിന്റെ തന്ത എന്തിനാ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്നു പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലാവട്ടെ. വല്ല സമൂഹ വിവാഹവും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പുര നിറഞ്ഞു നിൽക്കുകയല്ലേ പെമ്പിള്ളാര് 4 എണ്ണം. അതെ ചേട്ടാ, ഈ കല്യാണം കഴിക്കുള്ള പ്രായപരിധി എത്രയാ അറിയില്ലേ? പപ്പാ, ആ വണ്ടി ഒന്ന് നിർത്തി. എന്താടാ? ഒരു സാധനം എടുത്ത് പട്ടികളെ എല്ലാത്തിനും നേരത്തെ വെട്ടി കൊല്ലാനാണ് വിളിച്ചേക്കണ. പോടാ. നിങ്ങളെ എല്ലാരും കാണണമെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. ഞങ്ങളെല്ലാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഇവന്റെ വിവാഹം. പല നല്ല ആലോചനകളും വന്നു. പക്ഷേ ഇവൻ സമ്മതിക്കണ്ടേ? വല്ല കുഴപ്പമുണ്ടാവും. ഓരോരോ കുറ്റവും കുറവും കണ്ടുപിടിക്കും. പക്ഷെ ഇത്തവണ എന്തായാലും ഞങ്ങൾ അവനെ പിടിച്ച പിടി പൂട്ടിയിരിക്കുക. ഞങ്ങൾക്കൊരു കുട്ടിയെ ഇഷ്ടായി. ഇനിയിപ്പോ എല്ലാവരും ചേർന്ന് സന്തോഷായിട്ട് അതങ്ങ് നടത്തി തരണം. എവിടെ അവള്? വിളിക്കേ. ഈ അളിയനാള് കൊള്ളാലോ. നീ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ എതിർക്കാൻ വന്ന കരഞ്ഞ കാല് പിടിക്കേണ്ടി വരും. പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരുമില്ലാന്നൊരു സങ്കടം ഇനി നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയുകയും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും അശ്വതിയെ വളരെ ഇഷ്ടമായി. നമ്മളെല്ലാരും കൂടി ആഘോഷമായിട്ട് ഇതങ്ങ് നടത്തുന്നു. ആ താമോളെ, ചെറിയൊരു ചടങ്ങ് ഇത് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. ക്ഷമിക്കണം, ഈ കല്യാണം നടക്കില്ല. എല്ലാരും കൂടെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ഞങ്ങൾ വിചാരിച്ചു. കുറ്റപ്പെടുത്തതല്ല സാർ, ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇവളുടെ കല്യാണം അതെന്നോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാ. മരിച്ചുപോയ കുറെ ആത്മാക്കളുടെ ആഗ്രഹവുമാണത്. അതുകൊണ്ടാ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്നിട്ടും ഇക്കാലം അത്രയും പ്രതീക്ഷയോടെ ഞങ്ങൾ അവനെ കാത്തിരുന്നത്. ഞങ്ങളുടെ കാര്യം സത്യത്തിൽ ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവ് പോലും എന്താടാ ആങ്ങളെയും പെങ്ങളും കൂടി നാടകം കളിക്കുക? ഒരാള് പറയുന്നു കല്യാണത്തിന് സമ്മതമാണെന്ന്, നീ പറയുന്നു വേറൊരുത്തരെ കാത്തിരിക്കുകയാണെന്ന്. പാവങ്ങളല്ലേന്ന് കരുതി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ 2 പേരും കൂടി ഒത്തുകളിച്ച് ചതിക്കായിരുന്നല്ലേ? ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്. ഇനി 2നെയും മല്ലു സ്ട്രീറ്റിൽ കണ്ടുപോരുത്. വേണ്ട, ഒരാളും ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ മാത്രം തീരുമാനമാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒന്ന് കാണണ്ടേ?
ഹരീന്ദർ സിംഗിനെയോ? എന്തിന്? അത് നമ്മുടെ ഹരിയല്ല അച്ചു. നമുക്ക് തോറ്റു കൊടുക്കാം. അവൻ തന്നെ ജയിച്ചോട്ടെ. ഇത്രയൊക്കെ ആയിട്ടും അവന് നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. കഴിയില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ ഹരിക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ ഹരിയുന്നില്ല. ഈ വിവാഹം അതെല്ലാത്തിനും ഒരു പരിഹാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങൾക്ക് കാണേണ്ടത് ഹരീന്ദർ സിംഗിന്റെ മരണമാണ്. കഴിഞ്ഞ 7 വർഷങ്ങൾ മനസ്സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും അതുണ്ടാകുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ എന്റെ മുമ്പിൽ വേറെ വഴികളില്ല. എന്റെ നിവർത്തികേടാണത്. ഹരി, അതെ, ഹരിയാണ്. പക്ഷെ ഞാനത് സമ്മതിക്കുന്ന നിമിഷം ഹരീന്ദറിന്റെ മരണവുമാണ്. ഹരി, ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ വേഷമാണ് നടക്കാൻ എന്ത് തെറ്റാ നീ ചെയ്ത്? അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അതോർത്താണോ നീ? തിരിച്ചു വരണമെന്ന് എത്രയോ തവണ ആഗ്രഹിച്ചു. എനിക്കതിന് കഴിയുമായിരുന്നില്ല. ഒരു ഏറ്റുപറച്ചിലല്ല, എന്റെ സാഹചര്യങ്ങൾ. എങ്കിൽ പറ, എന്നെ പോലും വേണ്ടെന്ന് വെക്കാൻ മാത്രം എന്ത് വലിയ സാഹചര്യം അറിയാട്ടുണ്ടായത്? എനിക്കതറിയണം. ആ സമാധാനത്തിൽ ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. ഇനി ഒരിക്കലും ഹരിയെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാനെങ്കിലും നിങ്ങളത് അറിയണം. അമ്മാവന്റെ മരണത്തിന് മുന്നിൽ പകച്ചു പോയപ്പോ നാട് വിടാൻ തീരുമാനിച്ചെങ്കിലും ഉള്ളിൽ ഉറച്ച പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നെങ്കിലും തിരിച്ചു വരാൻ കഴിയുമെന്ന്. പക്ഷെ അന്ന് ആ രാത്രി. നിർത്ത് പ്ലീസ്. ഹലോ, ഞാനും കൂടി വന്നോട്ടെ. അയാളായിരുന്നു യഥാർത്ഥ ഹരീന്ദർ സിംഗ്. ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതം. എന്റെ കഥ ചോദിച്ചറിയുന്നതിനേക്കാൾ അയാളുടെ കഥ എന്നോട് പറയുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം. ഇതാ എന്റെ കുടുംബം. അച്ഛൻ പഞ്ചാബിയാ, അമ്മ മലയാളിയും. ആ നടുക്ക് നിൽക്കണ ഞാൻ. ബാക്കി മുഴുവൻ പെങ്ങന്മാരാ. ഒരു 10 വയസ്സാണ് ഓർമ്മയുള്ളൂ. അതെന്ത് പറ്റി? ഒരു കളവ് 10ാം വയസ്സില് കൂട്ടുകാരുടെ മുന്നിൽ ആളാവാൻ നോക്കിയതാ. ബാപ്പുജി അറിയാതെ ബാഗിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. ഒരു സൈക്കിൾ വാങ്ങാൻ പൊതിരെ തല്ലിയിട്ട് കാശ് എടുത്തതിനല്ല, എടുത്തില്ല എന്ന് കളവ് പറഞ്ഞതിന്. കളവ് പറയുന്നത് മാത്രം ബാപ്പുജിക്ക് സഹിക്കില്ല. അന്നത്തെ വേദനയും അപമാനവും എന്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ നാടു. തിരിച്ചു ചെല്ലണമെന്ന് പല തവണ ആഗ്രഹിച്ചതാ. പക്ഷെ മനസ്സ് നിറയെ വാശിയായിരുന്നു. ജോലി ചെയ്ത് കൈ നിറയെ സമ്പാദിച്ചിട്ട് ബാപ്പുജിയുടെ മുമ്പിൽ പോയി നിൽക്കണം, എന്നിട്ട് മാപ്പ് പറയണം. ഈ യാത്ര അവരുടെ അടുത്തേക്കാ. ബാപ്പുജിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, അതെല്ലാം തീർക്കണം. പെങ്ങന്മാരെ കെട്ടിച്ചയക്കണം. സ്വപ്നങ്ങൾ ഒരുപാടുണ്ടോ. താൻ മടങ്ങിച്ചിരുന്ന കാര്യം അവർക്കറിയോ? പിന്നെ ഞാൻ അറിയിച്ചു. അവരെല്ലാം എന്റെ വരവ് കാത്തിരിക്കുക.